മമ്മൂട്ടി ചേട്ടനും രേഖയും അങ്ങനെ ഗംഭീരമായിട്ടുള്ള കുതിപ്പ് തുടർന്നിരിക്കുകയാണ്. രേഖാ ചിത്രം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ചേട്ടനായി മമ്മൂട്ടിയുടെ AI കഥാപാത്രമാണ് തകർത്ത് അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും AI ടെക്നോളജി ഉപയോഗിച്ച് ഇത്ര മനോഹരമായിട്ട് ഒരു സിനിമയിൽ സംയോജിപ്പിക്കാമെന്ന കാര്യം മലയാളികൾ തന്നെ വേണ്ടി വന്നു വിശ്വവിഖ്യാതമായ പല ഡയറക്ടേഴ്സിനും മനസ്സിലാക്കി കൊടുക്കാൻ. നമ്മൾ കണ്ടതാണ് ഇന്ത്യനിലും ഗോട്ടിലുമൊക്കെ എങ്ങനെയാണ് ലെജൻഡറി കഥാപാത്രങ്ങളായി ലെജൻഡറി ആക്ടേഴ്സിനെ കൊണ്ടുവന്നപ്പോൾ സംഭവിച്ച AI ഫോൾട്ടുകളെന്ന്. ഇവിടെ അതിന് യാതൊരുവിധ പ്രസക്തിയുമില്ല. ചുരുങ്ങിയ ബജറ്റിൽ ചുരുങ്ങിയ ചെലവിൽ ഗംഭീരമായിട്ടുള്ള AI ഔട്ട്പുട്ട് നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ് രേഖാചിത്രം എന്ന സിനിമയിലൂടെ ജോഫിൻ ടി ചാക്കോയും കൂട്ടരും. എന്തായാലും ജോഫിൻ ടി ചാക്കോയുടെ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി പറഞ്ഞ ഈ ഒരു സിനിമ, ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നമുക്കറിയാവുന്ന ഒരു സംഭവം, ആ സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിനിമ എടുക്കുക എന്നതിനേക്കാൾ ഉപരി ആ സംഭവത്തിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ സംഭവത്തിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് കരുതുന്ന രീതിയിലുള്ള ഒരു ഫിക്ഷണലായിട്ടൊരു സ്റ്റോറി ചേർത്ത് വയ്ക്കുന്ന ഒരു സിനിമാറ്റിക് അനുഭവം നമുക്ക് സമ്മാനിക്കുന്ന ചിത്രങ്ങളാണിത്. നമുക്കറിയാം വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്, അതുപോലെ തന്നെ നമ്മുടെ കമൽഹാസൻ്റെ ഹെയ്റാം എന്ന സിനിമയൊക്കെ നമ്മുടെ മുന്നിൽ അതിൻ്റെ വലിയൊരു തെളിവായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സിനിമകൾക്കിടയിലേക്ക് മലയാളത്തിൽ നിന്ന് എടുത്തു പറയാവുന്ന വ്യത്യസ്തത കൊണ്ടും അതുപോലെ തന്നെ ആഖ്യാന രീതി കൊണ്ടും ഇതുവരെ പറയാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥ പറച്ചിൽ രീതിയുള്ള ഒരു ത്രില്ലർ അനുഭവം സമ്മാനിക്കുന്ന, എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് രേഖാചിത്രം. രേഖാചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പഴയ കാലം കാണിക്കുന്ന കുറച്ച് സീനുകൾ, ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഒരുപാട് സീനുകൾ, കാതോട് കാതോരം എന്ന 1985 കാലഘട്ടത്തിൽ സിനിമയിൽ നടക്കുന്ന കുറച്ച് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ നടക്കുന്ന ചില സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആഖ്യാന രീതിയുമാണ് സിനിമയ്ക്കുള്ളത്. എന്തായാലും അതിമനോഹരമായിട്ട് തന്നെ സിനിമ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് ജോഫിൻ ടി ചാക്കോ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായ പ്രീസ്റ്റ് അങ്ങനെ വെറുതെ ചുമ്മാ വിജയിച്ചതല്ല എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. തൻ്റെ കയ്യിൽ അതിനുള്ള മരുന്നുണ്ടെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അന്നും മമ്മൂട്ടിയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. ഇപ്പോൾ മമ്മൂട്ടിയുടെ AI കഥാപാത്രമായി അദ്ദേഹം വരുമ്പോൾ മമ്മൂട്ടിക്ക് എത്രമാത്രം പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സങ്കല്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഏതായാലും പുതിയ താരങ്ങളെയും പുതിയ സംവിധായകരെയും ഒപ്പം ചേർത്ത് നിർത്താൻ മമ്മൂക്ക കാണിക്കുന്ന നല്ല മനസ്സിന് ഒരു വലിയ സല്യൂട്ട് ഇരിക്കട്ടെ. ഏതായാലും മമ്മൂക്ക, നിങ്ങൾ ഒരു വലിയ ചേട്ടൻ തന്നെയാണ്, മമ്മൂട്ടി ചേട്ടൻ തന്നെ. നമ്മൾ മുത്താരംകുന്ന് പിയോലാണ് ഇങ്ങനെ ആദ്യമായിട്ട് മമ്മൂട്ടി ചേട്ടൻ്റെ കത്തെഴുത്തുന്ന ലിസിയുടെ കഥാപാത്രം അമ്മിണിക്കുട്ടീനെ നമ്മൾ കണ്ടത്. എന്തായാലും അമ്മിണിക്കുട്ടിയുടെ ആ ഒരു പ്രണയത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന ദിലീപ് കുമാർ മമ്മൂട്ടി ചേട്ടനായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ മമ്മൂട്ടി ചേട്ടൻ്റെ മറ്റൊരു മമ്മൂട്ടി ചേട്ടൻ്റെ മുഖം നമുക്ക് കാണും.